എന്താണ് പേര്? ഡാനിയൽ. ഡാനിയൽ എന്ത് ചെയ്യുന്നു? ഞാൻ നഴ്സിംഗ് പോസ്റ്റ് BSc കംപ്ലീറ്റ് ചെയ്തു. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, ആ, അനിയത്തി. അനിയത്തി എന്ത് ചെയ്യുന്നു? അനിയത്തി ഹൈദരാബാദ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഇതിനു മുമ്പ് മത്സരങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ? ഇതിനു മുമ്പ് ഇതുപോലെ മത്സരത്തിൽ പങ്കെടുത്തിട്ടില്ല. അല്ലാതെ എഴുത്ത് മത്സരങ്ങളിലൊക്കെ ബൈബിൾ ക്വിസിൽ പങ്കെടുത്തിട്ടുണ്ടോ? എഴുത്ത് മത്സരങ്ങൾ ചർച്ചിൽ PIP അങ്ങനെ പങ്കെടുത്തുള്ളത്. അങ്ങനെയുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. എന്നാ പിന്നെ ഒന്ന് പരിശ്രമിച്ചേക്കാൻ ഓർത്ത് വന്നതാണോ? അതെ, പരിശ്രമിക്കും. നമുക്ക് നോക്കാം എത്രത്തോളം വായിച്ചിട്ടുണ്ടെന്ന്. 7 അപ്പം കൊണ്ട് ജനത്തെ പോഷിപ്പിച്ചപ്പോൾ എത്ര വട്ടി അപ്പമാണ് ശേഷിച്ചത്? ഓപ്ഷൻ A 12, ഓപ്ഷൻ B 5, ഓപ്ഷൻ C 7, ഓപ്ഷൻ D 3. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിനും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽ തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473737226 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live. ബൈബിൾ ബ്രെയിൻസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. വിവിധ മത്സരാർത്ഥികൾ നമ്മോടൊത്ത് പങ്കെടുക്കുമ്പോൾ അവർ വിവിധ ദിവസങ്ങളിൽ ചിലവഴിച്ചിട്ടുള്ള അവരുടെ വായനയുടെയും പഠനത്തിന്റെയും അറിവുകളാണ് ഇവിടെ പങ്കുവെക്കുന്നത്. അതിൽ ജയപരാജയങ്ങൾ ഉണ്ടാകാം, പക്ഷെ അതിനെ അതിജീവിക്കാൻ, ആ ഘട്ടത്തിലൂടെ കടന്നു പോകാൻ അവർ എടുക്കുന്ന തീരുമാനമാണ് ഈ പ്ലാറ്റ്ഫോമിൽ അവർ മത്സരിക്കുന്നത്. നിങ്ങൾക്കും പങ്കെടുക്കാൻ അവസരമുണ്ടാകട്ടെ. ഇന്ന് നമ്മോടൊപ്പമുള്ള മത്സരാർത്ഥിയെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. എന്താണ് പേര്? ഡാനിയൽ എന്ത് ചെയ്യുന്നു? ഞാൻ നഴ്സിംഗ് പോസ്റ്റ് BSc കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ജോലിക്കായി പരിശ്രമിക്കുന്നു. അതെ. എവിടെങ്കിലുമൊക്കെ അതിന്റെ അപേക്ഷകൾ സമർപ്പിച്ച എന്തെങ്കിലുമൊക്കെ ആയോ? അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. NOCക്ക് അപ്ലൈ ചെയ്ത് നാട്ടിലോട്ട് സർട്ടിഫിക്കറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. അതെ. ഓ, ഓക്കെ. ഇപ്പൊ സന്തോഷമായിട്ടിരിക്കുന്നോ? ദൈവകൃപയാൽ സന്തോഷമായിട്ടിരിക്കുന്നത്. എന്താ ഒന്ന് മത്സരിച്ചേക്കാമെന്ന് തീരുമാനിച്ചേ? പേര് കൊടുത്തത് കൊണ്ട് എന്തായാലും പിൻവലിക്കാൻ. മത്സരിക്കാൻ പേര് നൽകി. ഒരു ആവേശത്തിൽ നൽകിയതാണോ അതോ വായിച്ച് പഠിക്കാമെന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നുകൊണ്ട് പേര് നൽകിയതാണോ? ധൈര്യം ഉണ്ടായിരുന്നു, പിന്നെ പല തിരക്കിലായി വായിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്നാ പിന്നെ ഒന്ന് പരിശ്രമിച്ചേക്കാൻ ഓർത്ത് വന്നതാണോ? അതെ, പരിശ്രമിക്കും. നമുക്ക് നോക്കാം എത്രത്തോളം വായിച്ചിട്ടുണ്ടെന്ന്. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, അനിയത്തി. എന്ത് ചെയ്യുന്നു? അനിയത്തി ഹൈദരാബാദ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഇതിനു മുമ്പ് മത്സരങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ? ഇതിനു മുമ്പ് ഇതുപോലെ മത്സരത്തിൽ പങ്കെടുത്തിട്ടില്ല. അല്ലാതെ എഴുത്ത് മത്സരങ്ങളിലൊക്കെ ബൈബിൾ ക്വിസിൽ പങ്കെടുത്തിട്ടുണ്ടോ? എഴുത്ത് മത്സരങ്ങൾ ചർച്ചിൽ PIP
അങ്ങനെ പങ്കെടുത്തുള്ളത്. അങ്ങനെയുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഇന്നത്തെ മത്സരത്തിൽ എത്രത്തോളം പോകുന്നു എന്ന് നോക്കാം. വായിച്ചതൊക്കെ ഓർമ്മയുണ്ടോ, ഓർമ്മശക്തിക്ക് കുഴപ്പമുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ. ബൈബിൾ ബ്രെയിൻസിന്റെ ആ പാറ്റേൺ ഞാനൊന്ന് വിശദീകരിക്കുകയാണ്. നമുക്ക് മുഴുവൻ 15 ചോദ്യങ്ങളാണുള്ളത്. ആദ്യത്തെ 6 ചോദ്യം അവസാനിക്കുമ്പോൾ 1000 രൂപ സമ്മാനം. ഉത്തരം പറഞ്ഞാലേ ചോദ്യം അവസാനിക്കുമ്പോഴല്ല. അടുത്ത 4 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി കഴിയുമ്പോൾ 3000. 15 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമ്പോൾ 10000 രൂപയുടെ ബമ്പർ പ്രൈസ്. അപ്പൊ ഈ കടമ്പകളെല്ലാം കടന്നുപോയി 10000 രൂപയുടെ ബമ്പർ പ്രൈസിലേക്ക് എത്താൻ കഴിയട്ടെ. പുസ്തക സംബന്ധമായിട്ട് പുസ്തകം തന്ന ചോദ്യം ചോദിക്കുന്നതുകൊണ്ട് നല്ല ക്രിട്ടിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. പുസ്തകത്തിൽ നിന്നും ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ചില ചോദ്യങ്ങൾ വളരെ ട്രിക്കിയാണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. ആത്മസംയമനം, ശ്രദ്ധ, നമ്മുടെ വായന, ഓർമ്മ, ഇതെല്ലാം ഇതിനകത്ത് മുൻപിലേക്ക് പോകാൻ അത്യന്താപേക്ഷിതമാണ്. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കുക. അപ്പൊ മത്സരത്തിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം. പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം. ഈ വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ഏത് പുസ്തകത്തിൽ? ഓപ്ഷൻ എ 1 ശമൂവേൽ, ഓപ്ഷൻ ബി 2 കൊരിന്ത്യർ, ഓപ്ഷൻ സി ഉൽപ്പത്തി, ഓപ്ഷൻ ഡി മത്തായി. ഏത് പുസ്തകം? ഓപ്ഷൻ ബി 2 കൊരിന്ത്യർ. ഓപ്ഷൻ ബി 2 കൊരിന്ത്യർ എന്ന ഉത്തരം ഉറപ്പിക്കുന്നു. സംശയം ഏത് അധ്യായത്തിലാന്ന് വല്ല ഓർക്കുന്നുണ്ടോ? വായിച്ച ഓർമ്മയുണ്ട്. അധ്യായത്തിലാണ്. ഓക്കെ, അധ്യായം ഓർമ്മയില്ലെങ്കിലും കുഴപ്പമില്ല. പുസ്തകം ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി 2 കൊരിന്ത്യർ എന്ന ഉത്തരം ശരിയാണോ? ഓക്കെ, ആ ഉത്തരം ശരിയാണ്. എന്തുകൊണ്ട് BSc പോകാമെന്ന് തീരുമാനിച്ച്, നഴ്സിംഗ് കരിയറിലേക്ക് പോകാമെന്ന് തീരുമാനിച്ച്? ജോലി സാധ്യത കൂടുതലുണ്ട്. അതെ, ഉറപ്പായിട്ടും ജോലിയുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യം ഈ നമ്മുടെ ആൺകുട്ടികൾ ആരും തന്നെ അങ്ങനെ നഴ്സിംഗിന് പോകാത്തത് എന്താണെന്ന് ഞാൻ ചിന്തിക്കുക. പക്ഷേ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ളത്, ഉറപ്പായ ശമ്പളം ഉള്ളത്, പ്രത്യേകിച്ച് മെയിൽ നേഴ്സിന് ഭയങ്കര വാല്യൂ ഉള്ളൊരു കാലം കൂടെയാണ്. മെയിൽ നേഴ്സുമാർക്ക് ഒത്തിരി ശമ്പളത്തിൽ വ്യതിയാനമുണ്ട്, വാല്യൂ ഉണ്ട്. അവർക്ക് എപ്പോഴും ജോലി കിട്ടുന്ന സാഹചര്യങ്ങളാണ്. അത് നല്ല ഒരു ഡിസിഷനാണ് ഡാനിയലിന്റെ തീരുമാനങ്ങളൊക്കെ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം. 7 അപ്പം കൊണ്ട് ജനത്തെ പോഷിപ്പിച്ചപ്പോൾ എത്ര വട്ടി അപ്പമാണ് ശേഷിച്ചത്? ഓപ്ഷൻ എ 12, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി 3. ഏഴ് അപ്പം കൊണ്ട് ജനത്തെ പോഷിപ്പിച്ചപ്പോൾ എത്ര വട്ടി അപ്പമാണ് ശേഷിച്ചത്? 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ എത്ര വട്ടിയാണ് ശേഷിച്ചത്? 5. അത് 12. ശരിയാണ്. അപ്പോൾ 7 കൊണ്ട് പോഷിപ്പിച്ചപ്പോൾ അതിന് സമാനമായ ഒരു സംഖ്യയാണ്. ഓപ്ഷൻ സി 7. ഉത്തരം ഉറപ്പിക്കാം നമുക്ക്. മാറ്റമുണ്ടല്ലോ. ഓക്കെയാണ്. ഓക്കെ, ഓപ്ഷൻ സി 7 എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. വളരെ ശ്രദ്ധിച്ച് ആലോചിച്ച് സമയമെടുത്ത് ഉത്തരം പറയുക. ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ട് ടെൻഷൻ ഉണ്ട്. എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? കിട്ടിയാ കിട്ടി, പോയാ പോയി. നമ്മൾ വരുന്നു, നമ്മുടെ പാർട്ടിസിപ്പേഷൻ ആണ് ഏറ്റവും വലുത്. ഇപ്പോ ഡാനിയൽ അതിനൊരു ധൈര്യം കാണിച്ചു, വന്ന് മത്സരിക്കാൻ വേണ്ടി ഒരു ധൈര്യം കാണിച്ചു, അത് പ്രശംസനീയം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം. കിളിവാതിലിൽ കൂടി ഭർത്താവിനെ ഇറക്കി വിട്ട് രക്ഷിച്ചത് ആര്? ഓപ്ഷൻ എ മേരബ്, ഓപ്ഷൻ ബി അബിഗൈൽ, ഓപ്ഷൻ സി മീഖൾ, ഓപ്ഷൻ ഡി അഹീനോവം. ആരാണ് കിളിവാതിൽ കൂടി ഭർത്താവിനെ ഇറക്കി വിട്ടത്? മീഖൾ. ഏതാ? അബിഗൈൽ. ഒന്നുകൂടെ. ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവാണ്. രണ്ടാമത്തെ രാജാവിനെ കിളിവാതിൽ കൂടെ ഇറക്കി വിട്ടത് മക്കളില്ലാത്ത സ്ത്രീയാണ്. മീഖൾ. ഓപ്ഷൻ സി മീഖൾ. ഉത്തരം നമുക്ക് നോക്കാം. ഓപ്ഷൻ സി മീഖൾ എന്ന ഉത്തരം ശരിയാണോ?
ഓക്കെ, ആ ഉത്തരവും വളരെ ശരിയാണ്. അപ്പൊ എന്തെങ്കിലും അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ ഡാനിയേല്? ഇല്ല. ചോദ്യങ്ങൾ ഭയങ്കര ടഫായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. ഇല്ല. അതല്ല. എങ്കിലും നമുക്കൊരു വായന ഒരു ചെറിയ വെപ്രാളയോട് ഒരു ടെൻഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് പങ്കെടുക്കുന്ന പോലെ. ഇല്ല. അത് ഡാനിയേല് ഒരുപാട് സംസാരിക്കാത്ത ആരോ പറയുന്ന പോലെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളാണ്, അന്തർമുഖനാണോ? അങ്ങനെ ആണ്. ആണ്. അതെന്ത് സ്വന്തമായിട്ട് പറയുന്നത് ഞാൻ ഇൻട്രോവേർട്ട് ആണ്? അങ്ങനെ അധികം ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ അങ്ങനെ സംസാരിക്കാറില്ല, അത് കുറവാണ്. എങ്കിലും ഇവിടെ വരെ എത്തിയല്ലോ മത്സരിക്കാൻ, അത് വലിയൊരു കാര്യം. അപ്പൊ ഇനിയും ആളുകളോട് തുറന്ന് സംസാരിക്കാൻ കഴിയട്ടെ. നല്ല ചിരിയാണ് ഡാനിയലിന്റെ. ഈ ചിരി മതി ആളുകളെ ഇംപ്രസ് ചെയ്യാൻ, ആളുകളോട് സംസാരിക്കാൻ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റൗണ്ടിലെ 4ാമത്തെ ചോദ്യം. സേരഹിന്റെ മാതാവ് ആര്? ഓപ്ഷൻ എ താമാർ, ഓപ്ഷൻ ബി ദീന, ഓപ്ഷൻ സി ബാസമത്ത്, ഓപ്ഷൻ ഡി ആദ. സേരഹിന്റെ മാതാവ് ആര്? അത് നമ്മുടെ യഹൂദയുടെ ഭാര്യയാണ്. യഹൂദയുടെ ഭാര്യയല്ല, യഹൂദയുമായി ബന്ധപ്പെട്ട് വരുന്നൊരു ചരിത്രമാണ്. യഹൂദയുടെ ഭാര്യ മരിച്ചു പോയപ്പോൾ യഹൂദ മറ്റൊരു സ്ത്രീയുടെ അടുക്കൽ ചെന്ന് അങ്ങനെ ഉണ്ടാകുന്ന താമാർ. ഓക്കെ, ഓപ്ഷൻ എ താമാർ. ഉത്തരം നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ എ താമാർ എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. അടുത്തതും ആലോചിച്ച് സമയമെടുത്ത് പറയുക, ക്ലൂ ഒക്കെ പറയുന്നത് ശ്രദ്ധിക്കുക. ആദ്യത്തെ റൗണ്ടിലെ 5ാമത്തെ ചോദ്യം. ആമോസിനോട് എവിടെ പ്രവചിക്കരുത് എന്നാണ് അമസ്യാവ് കൽപ്പിച്ചത്? എവിടെ പ്രവചിക്കരുത്? ഓപ്ഷൻ എ യഹൂദ, ഓപ്ഷൻ ബി ബേഥേൽ, ഓപ്ഷൻ സി ശമരിയ, ഓപ്ഷൻ ഡി ദമ്മശേക്ക്. എവിടെ പ്രവചിക്കരുത് എന്നാണ് ആമോസിനോട് അമസ്യാവ് കൽപ്പിച്ചത്? യാക്കോബുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ബഥേൽ. ഓപ്ഷൻ ബി ബഥേൽ. ആ ഉത്തരം ശരിയാണോ നമുക്ക് പരിശോധിക്കാം. ആ ഉത്തരവും ശരിയാണ്. ബഥേൽ എന്ന ഉത്തരവും ശരിയാണ്. ഈ റൗണ്ടിലെ അവസാന ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. എന്ത് ഫീൽ ചെയ്യുന്നു? വീണ്ടും അൺകംഫർട്ടബിൾ ആണോ ഡാനിയേല്? ഡാനിയലിന് സന്തോഷമുണ്ടോ മത്സരത്തിൽ പങ്കെടുക്കുന്നതിൽ? സന്തോഷമുണ്ട്. അതല്ല, സന്തോഷമുണ്ട്. എന്താ ഇപ്പോഴത്തെ ഒരു ഫീൽ എന്താ? വന്നു പോയല്ലോ എന്നൊരു ഫീൽ ഉണ്ടോ? അതോ അങ്ങനെ സന്തോഷമാണ്? സന്തോഷം. സ്ട്രഗിൾ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു, ടെൻഷൻ ഉള്ളത് പോലെ. പുസ്തകങ്ങൾ കംപ്ലീറ്റ് ചെയ്തില്ല, അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. ഓക്കെ. അപ്പോ നമുക്ക് ഈ റൗണ്ടിലെ ഒടുവിലത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ആദ്യത്തെ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം ഇതാണ്. സങ്കടത്തോടെയും നിർബന്ധത്താലും അരുത് എന്ത്? ഓപ്ഷൻ എ വിതയ്ക്കുന്നത്, ഓപ്ഷൻ ബി കൊടുക്കുന്നത്, ഓപ്ഷൻ സി സ്നേഹിക്കുന്നത്, ഓപ്ഷൻ ഡി വാങ്ങുന്നത്. എന്താണ്? കൊടുക്കുന്നത്. ഓപ്ഷൻ ബി കൊടുക്കുന്നത്. നിർബന്ധത്താൽ കൊടുക്കരുത്, സങ്കടത്തോടെ കൊടുക്കരുത്, സന്തോഷത്തോടെ കൊടുക്കണം. സന്തോഷത്തോടെ ദൈവത്തിന് വേണ്ടി കൊടുക്കാറുണ്ടോ? സങ്കടം തോന്നാറുണ്ടോ? സങ്കടം തോന്നാറില്ല. ഓക്കെ, ഓപ്ഷൻ ബി കൊടുക്കുന്നത് എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരമാണ് ശരി. അങ്ങനെ ഡാനിയേൽ ആദ്യത്തെ റൗണ്ട് ഫിനിഷ് ചെയ്ത് ഒരു സമ്മാനത്തുകയിൽ എത്തിയിട്ടുണ്ട്. 1000 രൂപയുടെ സമ്മാനത്തുകയിൽ. ഇനി ആ സമ്മാനത്തുക ഡാനിയേലിന് സ്വന്തമാണ്. ഉറപ്പായിട്ടും ആ സമ്മാനത്തുക ലഭിക്കും. അപ്പൊ വന്ന് പങ്കെടുത്തതിൽ പ്രത്യേക അഭിനന്ദനം. സമ്മാനത്തുക ഡാനിയേലിന് ലഭിക്കും. അപ്പൊ മുന്നോട്ട് പോകണ്ടേ? മുന്നോട്ട് പോകണമെങ്കിൽ ഇനി ചുറുചുറുക്കായിട്ട് ഉത്തരം പറയാൻ നമുക്ക് കഴിയണം. വളരെ ശ്രദ്ധയോടെ നമുക്ക് ആ ഉത്തരം പറയാം. 2ാമത്തെ റൗണ്ടിലേക്ക് പോകുമ്പോൾ 2 ഓപ്ഷൻ നമ്മുടെ മുൻപിലുണ്ട്. ഒന്ന് പഴയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ, 2 പുതിയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ഏതാണ് ഡാനിയേല് തെരഞ്ഞെടുക്കാൻ താല്പര്യപ്പെടുന്നത്? പഴയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ വേണം, പുതിയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ വേണം? പുതിയ നിയമം. എന്തുകൊണ്ടാണ് പുതിയ നിയമം തെരഞ്ഞെടുക്കുന്നത്? പഴയ നിയമം കുറച്ചുകൂടെ പാടാണ് എന്ന് തോന്നിയിട്ടാണോ?
അത് അധികം കൂടുതൽ വാക്യം കൂടുതൽ വാക്യങ്ങളുണ്ട് പഴയ നിയമത്തിൽ. പുതിയ നിയമത്തിൽ അത്രത്തോളം ഇല്ല. ഓക്കെ, എന്നാൽ നമുക്ക് പുതിയ നിയമത്തിലേക്ക് പോകാം. രണ്ടാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം ഇതാ നോക്കൂ. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം എന്തുളവാക്കുന്നു? ഓപ്ഷൻ എ നീതി, ഓപ്ഷൻ ബി ഭയം, ഓപ്ഷൻ സി രക്ഷ, ഓപ്ഷൻ ഡി ആശ്വാസം. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം എന്തുളവാക്കും? ടൈമർ ശ്രദ്ധിച്ച് വായിച്ച് ആലോചിച്ച് ഉത്തരം പറയാം. നീതി. ഓപ്ഷൻ എ. ഓപ്ഷൻ എ ഉറപ്പിക്കാം. ഓപ്ഷൻ എ നീതി എന്ന ഉത്തരം ഡാനിയൽ ഉറപ്പിക്കുകയാണ്. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം നീതിയാണോ? പോട്ടെ, ഇപ്പൊ ഈ ഉത്തരം തെറ്റിപ്പോയാൽ എന്തായിരിക്കും ഡാനിയലിന്റെ മാനസികാവസ്ഥ? ഒന്നുമില്ല, ഇത് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ തന്നെയാണ്. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ തന്നെ വലിയ കാര്യം. അപ്പൊ ഇത് വലിയ സങ്കടമായിട്ട് കരുതുന്നില്ല? ഇല്ല. തെറ്റിപ്പോയാലും കുഴപ്പമില്ല. ഓക്കെ, എന്നാൽ ഡാനിയൽ വന്ന് പങ്കെടുത്തതിൽ, ഈ പ്രോഗ്രാമിൽ വന്ന് പങ്കെടുത്തതിൽ ഡാനിയലിന്റെ ഒരു എക്സ്പീരിയൻസ് പറയൂ. എക്സ്പീരിയൻസ് പുതിയൊരു അനുഭവം. എങ്ങനെ വിലയിരുത്തുന്നു ഈ പ്രോഗ്രാമിനെ? നല്ല അനുഗ്രഹിക്കപ്പെട്ട പ്രോഗ്രാം. ഇതുകൊണ്ട് ഡാനിയലിന് എന്ത് ഗുണമാണ് ഉണ്ടായത്? ബൈബിൾ ബ്രെയിൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നതുകൊണ്ട്, അല്ലെങ്കിൽ വരാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ട്? കൂടുതൽ ഇനിയും ബൈബിൾ വായിക്കണം, പിന്നെ ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരും ഒരു ധാരണ ആ കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഏതായാലും ഈ ചോദ്യത്തിന് ഉത്തരം ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. ഏഴാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ നീതി എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരം തെറ്റാണ്. രക്ഷ, ദൈവഹിത പ്രകാരമുള്ള ദുഃഖം മാനസാന്തരത്തിലേക്കും രക്ഷയിലേക്കുമാണ് നയിക്കുന്നത്. അപ്പൊ അത് എപ്പോഴും ഹൃദയത്തിൽ ഓർത്തിരിക്കട്ടെ. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം മാനസാന്തരവും രക്ഷയുമാണ് അതിന്റെ റിസൾട്ട്. അങ്ങനെ വീണ്ടും അതെപ്പോഴും നിലനിർത്താൻ ദൈവം സഹായിക്കട്ടെ. ഡാനിയലിന്റെ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ ഡാനിയലിന് പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു. നല്ല രീതിയിൽ മത്സരിച്ചിട്ടുണ്ട്. ഡാനിയലിന്റെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. എല്ലാ അഭിനന്ദനങ്ങളും ഭാവുകങ്ങളും ഡാനിയലിനോട് പ്രത്യേകം അറിയിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഡാനിയലിനെ പോലെയുള്ള ഒരുപക്ഷെ അധികം സംസാരിക്കാത്ത ആളുകളായിരിക്കാം. എങ്കിൽ നിങ്ങൾക്കും വരാൻ പങ്കെടുക്കാൻ ഈ ഫ്ലോറ് നിങ്ങൾക്ക് എപ്പോഴും സൗഹൃദപൂർണമായിരിക്കും, ഫ്രണ്ട്ലി ആയിരിക്കും. നിങ്ങൾക്ക് കടന്നു വരാം, മത്സരിക്കാം. അപ്പൊ ഡാനിയലിനോട് വിട പറയുന്നതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബദേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബദേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിനും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്കതുണ ദൈവം തരുന്ന സമ്മാനം, അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473737226 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore.
Bible Brains. Powered by Good News Live.